രാജിന്റെയും ബേബിയുടെയും മൂത്ത മകൾ രാജലക്ഷ്മി മരണപ്പെട്ടിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഭർത്താവിന്റെ വീട്ടിലെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്തത്. പാവപ്പെട്ട രാജിനും ബേബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്വാധീനവുമില്ല, ആരും സഹായിക്കാനുമില്ല. അവിടെ മുതൽ ആ അച്ഛന്റെയും അമ്മയുടെയും പോരാട്ടം തുടങ്ങിയാണ്. കാണേണ്ടവരെല്ലാം നേരിട്ട് പോയി കാണുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ മാറി മാറി കയറി ഇറങ്ങി എങ്ങനെയെങ്കിലും മകൾക്ക് നീതി മേടിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ 2 വർഷം കൊണ്ട് അവരുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞ് നാട്ടിൽ വിലസ് നടന്ന രാജലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയുന്നവനെ തുറങ്കിൽ അടപ്പിക്കുവാൻ ഈ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ പോരാട്ടത്തിന്റെ വിജയം. ശരിക്കും പറഞ്ഞാൽ ആരും പതറിപ്പോകുന്ന അവസരത്തിൽ പോലും ഈ അച്ഛനും അമ്മയും പതറിയില്ല. എങ്ങനെയെങ്കിലും മകളുടെ മരണത്തിന് ഉത്തരവാദിയായ ആ ഭർത്താവ് എന്ന് പറയുന്നവനെ പൂട്ടാൻ തന്നെയാണ് ആ അച്ഛനും അമ്മയും തീരുമാനിച്ചത്. ഇനി നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. എന്താണ് ഈ അച്ഛൻ്റെ അമ്മയുടെ വിജയത്തിന്റെ രഹസ്യം? മെമ്പർ തന്നെ പറയട്ടെ. സാധാരണ അച്ഛനും അമ്മയൊക്കെ കുറെ കഴിയുമ്പോൾ മടുക്കും. കാരണം പൈസയില്ല, സ്വാധീനം ഇല്ലാത്തവരൊക്കെ പോട്ടെ, എന്തായാലും കൊച്ചു പോയി, അവനെ ആരും എന്നിട്ട് പുറകെ പോകത്തില്ല. പക്ഷെ ഇവർ തളർന്നില്ല അല്ലേ? തളർന്നില്ല എന്ന് പറയാൻ ഇവർക്ക് ശരിക്കും ഇവർ ചിന്തിച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളില്ലായിരുന്നു. പക്ഷെ ഇവർക്ക് വ്യക്തമായിട്ട് ഉറപ്പായിരുന്നു ആ കുടുംബത്തിൽ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് അനുഭവിച്ചത്, അതൊക്കെ വ്യക്തമായിട്ട് അറിയാം. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ മരണം നടന്നു. ആ രാത്രി ഞാനും പാതിരാത്രി ഇവിടെ നിന്ന് പോയതാണ്. പോയിട്ട് അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ വീട്ടിൽ തിരിച്ചു പോകുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഇവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ പയ്യൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലീസ് അവിടെ പോയിട്ടില്ല. അതായത് ഈ മരണം നടന്നു, പോസ്റ്റ്മോർട്ടം നടന്നു, ഇവിടെ കൊണ്ടുവന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്തും ചെറുക്കൻ വീട്ടിലുണ്ട്. ബോഡി കാണാൻ വന്നിട്ടില്ല, അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. പക്ഷേ പോലീസ് അവിടെ പോയി ചെറുക്കനെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ പോലും ഒരു തീരുമാനം അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം 8 വർഷത്തിനകത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് പരാതി ഇല്ലാതെ തന്നെ കേസെടുക്കേണ്ട നിയമമുണ്ട്. പക്ഷെ അത് ചെയ്തില്ല. ചെയ്യാതിരുന്നിട്ടും അവസാനം ഈ മാതാപിതാക്കൾ അവർക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ മാതാപിതാക്കളാണ് പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവരെടുത്ത് പോലീസ് ഇടപെട്ടത്. പക്ഷെ അവരപ്പോഴും തളർന്നില്ല. അവർ വീണ്ടും ഒരിടത്ത് നടന്നില്ല, മറ്റൊരിടത്ത് അതാണ്. ഒന്നുമില്ല. വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ആ കുട്ടിയുടെ അച്ഛൻ ഓട്ടോ ഓടിയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. 2 പെൺമക്കളുണ്ട്. അമ്മയാണെങ്കിൽ തൊഴിലുറപ്പിനും അതിനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. അതല്ലാതെ പാരമ്പര്യമായിട്ട് ഒരു സ്വത്തും കാര്യങ്ങളും ഒന്നുമുള്ള കുടുംബമല്ല. എന്നിട്ട് പോലും അവർ ഈ കാര്യം അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം അവർ വിജയിച്ച് നിൽക്കുകയാണ്. ഇതാണ് വീടല്ലേ? ഈ വീട്ടിലാണ് മോള് വളർന്നത്. ഓട്ടോറിക്ഷ ജോലി, ചേച്ചി കൂലി തൊഴിൽ, മറ്റേ തൊഴിലുറപ്പ് ജോലി അല്ലേ? ഒരുപാട് പാടുപെട്ടില്ലേ കൊച്ചിനെ പഠിപ്പിക്കാൻ? കഷ്ടപ്പാട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. പക്ഷേ അവളും അക്ഷയയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊച്ചാണ്. പക്ഷെ അവക്ക് ഒരു വിധമൊക്കെ അവളവിടെ പിടിച്ച് പറ്റി നിക്കാൻ നോക്കി. പക്ഷെ അവിടെ ഇത് വേണ്ടെന്ന് പോയ കല്യാണം കാലം വന്നതാണ്. കാലനായിട്ട് അവൻ വന്ന് കയറിയതാണ്. കാരണം അവൻ വന്നതോടും കൂടി തന്നെ ഞങ്ങളെ കുടുംബം നശിച്ചു. ഞാൻ അന്ന് മുതൽ ഈ 2 വർഷം തൊട്ട് ഞാൻ ഈ വീട്ടിനകത്ത് റൂം അടച്ചിരുന്ന് കരയുക. കരയാത്ത ദിവസമില്ല. ഇവരെല്ലാരും പോയാലും ഞാൻ റൂമിനകത്ത്, എന്റെ മോള് കിടന്ന റൂമിനകത്തിരുന്ന് ഞാൻ കരയും. ദയവായിട്ട് ഇവനകത്താക്കിയത് 2 വർഷമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. അല്ല, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അകത്താക്കാൻ പറ്റുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇവന്റെ സ്വഭാവം എനിക്കറിയായിരുന്നു. ഇവ അങ്ങനെയുള്ള ഇവ അറിയാതെ അവളൊന്നും സംഭവിക്കൂല. ഇവന്റെ സ്വഭാവം ഇവനെ ശക്തമായിട്ട് അന്ന് പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ, അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ അമ്മേനെ അവന്റെ പപ്പേനെ അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ അവനെ അകത്താക്കായിരുന്നു. ഒരു ബ്രോക്കർ വഴി വന്നതാണ്. ബ്രോക്കർ വഴി വന്നതിന് ശേഷം, ഈ കല്യാണം ആയതിനു ശേഷം ഇവർ രാത്രിയാണ്, ഒരു 7 മണിയായപ്പോൾ ഇവൻ്റെ അച്ഛൻ ഇവിടെ മോളെ വന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. വെറുതെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. അവൾ മോളോട് ചായ കൊണ്ട് കൊടുത്തു വന്ന് കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം രാത്രിയായപ്പോൾ അവൻ്റെ അമ്മയും പപ്പയും എല്ലാവരും കൂടി ഒരു ദിവസം രാത്രി ഒരു വളയും കൊണ്ടുവന്ന് മോളെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് പോയി. അവിടെ മോൾ എൻ്റെ അടുത്ത് ചോദിച്ച്, ഞാൻ ഒന്ന് കാണുകയും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അവനെ ഒരു പരിചയമില്ല. അപ്പോഴെനിക്കിത് ഇവരെന്തോന്ന് ഉദ്ദേശിച്ചാണ് എൻ്റെ കയ്യിൽ ഈ വള കൊണ്ടുവന്നിട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ എപ്പോഴങ്ങ് പറയാത്തതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഈ വള അങ്ങ് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അതിനുശേഷമാണ് ഇവ ഇവിടെ അക്ഷയയിൽ വരുമായിരുന്നു. മോളുമായിട്ട് ഇവ എന്തോ അവളെ ഫോൺ നമ്പരൊക്കെ അവിടെ നിന്ന് ആരോ ഒന്ന് വാങ്ങിച്ച് ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും അവർ തമ്മിൽ പിന്നെ അടുപ്പത്തിലായി. പിന്നെ കെട്ടിച്ചു കൊടുത്തല്ലേ? പിന്നെ കെട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ മോള് മരിച്ചിട്ട് ഇപ്പൊ എത്ര ആളായി? ഇപ്പം മോള് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് 2 മാസമായി. അതിനുശേഷം നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചാൽ
ഞങ്ങളങ്ങനെ നമ്മളെ രണ്ടുപേരും ജീവിച്ചു പോയെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ വെച്ച് മോക്കൊരു ജോലിയായി, അവൾ പോയി. പിന്നെ നമ്മളെ രണ്ടുപേരും മാത്രമായി. പിന്നെ എന്തോന്ന് പറയാ, നമ്മള് വീട്ടില് പോയി കഴിഞ്ഞാൽ ഈ വീട്ടില് ഞാൻ നെഞ്ചു പൊട്ടിക്കരയുമായിരുന്നു. എനിക്ക് സമാധാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് കുറെ സമാധാനം കിട്ടാൻ വേണ്ടി എനിക്ക് സഹിക്കാൻ പറ്റൂലായിരുന്നു. എന്റെ മനസ്സിലൊരു കല്ലായിരുന്നു. എന്റെ ചിന്നിന്റെ നഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റുന്നതില്ലായിരുന്നു. ഏതൊക്കെയാണെങ്കിലും നമ്മൾ എല്ലാ കാര്യത്തിനും ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. 2 വർഷം കൊണ്ട് ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിധി വന്നാൽ നമുക്ക് ഈ മോളെ പിന്നെ ഇവൻ പിന്നെ എങ്ങും കൊണ്ടുപോകത്തൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇട്ടേക്കും അല്ലേ? വീട്ടിലാണ്. അഥവാ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലും ഇവന്റെ അമ്മയാണ് കൊണ്ടുപോകണം. മോളെ ഇവൻ കൊണ്ടുപോകൂല. അങ്ങനെ കറമ്പി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. കറമ്പി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഏതൊരു പെണ്ണിനെ കണ്ടാലും ഇവൻ പറയും നിന്നെക്കാലും കൊള്ളാം അവള്, നിന്നെക്കാലും അവള് കാണാൻ കൊള്ളാം. അവൾ എൻ്റെ അടുത്ത് വിളിച്ച് കരഞ്ഞ് പറഞ്ഞ അമ്മ എന്നെക്കാളും കൊള്ളാന്ന് പറയണം അമ്മ. അത് പോയിട്ടാണെങ്കിൽ ഇവൻ വെറും ഒരു അഴുക്ക സ്വഭാവമുള്ളവനാണ്. ഇവന്റെ ഫ്രോഡാണ്. കാരണം ഇവിടത്തെ അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള. അപ്പോഴേ ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇതിന് മുമ്പേ കുറച്ച് ദിവസത്തേക്ക് മുമ്പേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ് നീ ഇങ്ങനെ എന്തിനു കടിച്ചു തൂങ്ങി കിടക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ നോക്കട്ടെ ശരിയാവുമെന്ന് നോക്കട്ടെ. അപ്പോഴിവക്ക് കല്യാണം കഴിഞ്ഞ് പോയി ഒരു 1.5 മാസം ആയപ്പോൾ ഗർഭിണിയായി. അപ്പോഴാണ് ഗർഭിണിയായി. അങ്ങനെ അവൾ അത് അബോർഷനായി പോയതിന് ശേഷമാണെങ്കിൽ ഇവിടെ രണ്ട് ഡോക്ടർ പറഞ്ഞ് 3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. മോളിവിടെ വന്നു നിന്നിട്ടാണെങ്കിൽ 2 ആഴ്ചയായപ്പോൾ ഇവ വന്ന് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഇതാ കൊണ്ടുവരാം ഒന്നാക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോയി. പിന്നെ ഇവിടെ വന്നിട്ടില്ല. പിന്നെ കൊണ്ടുപോയി. അതിന് ശേഷമാണെങ്കിൽ ഇവൻ്റെ അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ കൂടി വിളിച്ച് പറയണേ. ഇവർ റൂമിൽ ഭയങ്കര അടി നടക്കണമെന്ന് പറയും. 11 മണി 12 മണി 2 മണി ആയാലും ഉറക്കമില്ല, റൂമിൽ അടി നടക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇവളെ മോളോടുത്ത് വിളിച്ച് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചവൻ പറഞ്ഞത് പിന്നെ അമ്മ എന്നെ ദേഹോത്തരം ഭയങ്കരമായിട്ട്, ഞാൻ മിക്കവാറും ദിവസം തറയിലാണ് കിടക്കുന്നത്, എന്നെ കിടന്നുറങ്ങാൻ സമ്മതിക്കൂല എന്നിങ്ങനെ പറഞ്ഞു. മോളെ കാണുന്നത് മരിച്ചു കൊണ്ടുവന്നതിനെ പെട്ടിയിലാക്കി കൊണ്ടുവന്നതാണ്. 25 പവനും 10 സെന്റ് സ്ഥലവും പൈസയൊക്കെ കൊടുത്തു. എന്നിട്ടാണെങ്കിൽ ഇവൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. സ്ത്രീധനമോഹിയാണ്. പിന്നെ ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ഈ താമസിക്കുന്ന വീടൊക്കെ അവൻ എഴുതി ചോദിച്ചു. ഇവളെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനായിട്ടുള്ള ചിന്തയായിരുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങൾ വേണ്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു അവന്. കുഞ്ഞുങ്ങൾ വേണ്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഇവളെ ഒഴിഞ്ഞു പോകണം, ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇവള് കളഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ ഇവള് നശിക്കാനുള്ള ഇതായിരുന്നു അവന്റെ ഉദ്ദേശം. അവൻ ഇനി ഒരു പെങ്കൊച്ചിനെ ആ വീട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. ഒരു കാരണവശാലും ആ വീട്ടിൽ ഇനി ഒരു പെങ്കൊച്ചിന് എൻ്റെ മോളെ ഗതി വരരുത്. ആ വീട്ടിൽ ഒരു പെങ്കൊച്ച് ജീവിച്ചു പോകൂല. കാരണം അവൻ്റെ അമ്മയും അവനും ഒരേപോലെ, അവൻ്റെ അമ്മേരെ ഇതില്ലാതെ ആ വീട്ടിൽ ജീവിച്ചു പോകാൻ പറ്റൂല ഒരു കൊച്ചു. ഇതുപോലുള്ള മാതാപിതാക്കൾ രണ്ടും കൽപ്പി രംഗത്തിറങ്ങുവാണ് ഏതവനെ പൂട്ടാൻ പറ്റും. അതിനുള്ള വ്യക്തം ഉദാഹരണമാണ്. എൻ്റെ പേരെന്തോ? എൻ്റെ പേര് രാജനും ബേബിക്കുട്ടി. അപ്പൊ അങ്ങനെ ഈ ചെറിയ വീട്ടില് അവയെല്ലാം അറിഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്. അവസാനം കാലനായിട്ട് ഒരു പെട്ടിയിലാക്കി മോളെ കൊടുത്തു. അതാണ് അവൻ കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ്. എന്തായാലും തട്ടിയകത്ത് കയറ്റി, ഇത് വലിയ കാര്യം തന്നെയാണ് അല്ലേ? ഇപ്പൊ കുറച്ചൊരു മനസ്സമാധാനം ഉണ്ട്. മോള് പോയാലും കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ മോളെ നഷ്ടപ്പെട്ട അത് വേദന എനിക്ക് ഒരിക്കലും എന്നെ ചിഹ്നം തിരിച്ചു കിട്ടൂലെന്നുള്ളൊരു വേദന ഉണ്ട്. പക്ഷെ ചെറിയൊരു ആശ്വാസം കിട്ടിയതേ ഉള്ളൂ.